ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ കറിവേപ്പില എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ മല്ലിയില എങ്ങനെ നമുക്ക് കേടുകൂടാതെ ഒരു മാസം വരെ സൂക്ഷിക്കാമെന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ആദ്യം മല്ലിയില ഒന്നുകിൽ കഴുകുന്നെങ്കിൽ കഴുകി ഉണക്കിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഇത് വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഫുൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിടുക. ഇതേപോലെ ഇപ്പോൾ നമ്മൾ മല്ലിയില തണ്ടിൽ നിന്ന് തണ്ടും അതേപോലെ തന്നെ അഴുക്ക് ഇലയുണ്ടെങ്കിൽ അതും നമുക്ക് സൂക്ഷിക്കാൻ പാടില്ല, അത് മാറ്റുക. അഴുക്ക് ഇല ഈ ഇലയുടെ കൂടെ ഇടുകയാണെങ്കിൽ ഈ ഇല എത്രയും പെട്ടെന്ന് അഴുക്കാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ മല്ലിയില ഇല മാത്രം ഇതുപോലെ നമ്മൾ മാറ്റിയെടുക്കണം. ഇതിനകത്ത് വെള്ളം നനവ് പോലും പാടില്ല. തണ്ടും മാറ്റി അഴുക്കെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു ടിഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഈ മല്ലിയില നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് സൂക്ഷിക്കാം. ഈ ടിഷ്യൂ നമ്മൾ ഇട്ട് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും വെള്ളം നനവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങ് അബ്സർവ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അതിന് ശേഷം നമുക്ക് ഈ മല്ലിയില ഇതുപോലെ നമുക്ക് മല്ലിയില ഇട്ട് ഇതിനകത്ത് വെള്ളം നനവില്ല, അഴുക്കിലയില്ല, നല്ല ലീഫ് മാത്രം ഇത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തതാണ്. തണ്ടും കേടായ ഇലയെല്ലാം കളഞ്ഞു. ഇതുപോലെ മല്ലിയില നമുക്ക് ഇപ്പോഴത്തെ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കൂടി നമുക്ക് ഒരു ടിഷ്യൂ വെച്ച് മറയ്ക്കാവുന്ന. ഇതുപോലെ മല്ലിയില ഫുള്ള് കവർ ചെയ്തു. ഈ ടിഷ്യൂ നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഇനി വെള്ളം ഇറങ്ങുകയോ അല്ലെങ്കിൽ ജലാംശം ഇതിനകത്ത് വന്നാൽ തന്നെ ഈ ടിഷ്യൂവിൽ അബ്സർവ് ചെയ്തെടുക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അടപ്പ് തുറന്ന് ടിഷ്യൂ മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ലീഫ് എടുത്ത് ഉപ്പും വെള്ളവും ഒരു ശകലം വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്കെടുത്ത് 1 മണിക്കൂർ വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില നമുക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ നല്ലൊരു ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് ഇതുപോലെ അടച്ച് വയ്ക്കുക. ഇത് 1.5 മാസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എപ്പോഴും പോയി മല്ലിയില വാങ്ങാനോ അതൊന്നും ആവശ്യമില്ല. ഇതുപോലെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.